ഞാനീ റെഡിയായി ഇറങ്ങുന്നത് വീട്ടിലേക്ക് ഒരു പുതിയ ആളെ കൊണ്ടുവരാന്നുള്ള സന്തോഷത്തിൽ മാത്രമല്ല കേട്ടോ. ഒരുപാട് നാളത്തെ ചർച്ചയ്ക്കും റിസർച്ചിനും ശേഷം പറ്റിയ ഒരാളെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിലുള്ള എക്സൈറ്റ്മെന്റോടും കൂടിയാണ് കേട്ടോ. വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ രാവിലെ പോയ വഴി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞങ്ങൾ നേരെ ടാറ്റ ലെക്സോണിന്റെ ഷോറൂമിലേക്ക് വണ്ടി എടുക്കുന്ന ടൈം രാവിലെ 9:30 ആയതുകൊണ്ട് ചെന്നപാടെ ഒരുപാട് ലാഗില്ലാതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ വീട്ടിൽ പോകാറായിട്ടില്ല. ഇത് ടാറ്റ ഹാരിയർ EVയുടെ ഫസ്റ്റ് ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഈവനിങ് ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ ഷോറൂമിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഒരുപാട് സമയമുണ്ടെന്ന് കണ്ടപ്പം എല്ലാവർക്കും ഇനി എങ്ങോട്ടെങ്കിലും കറങ്ങിയിട്ട് വരാനായി. അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു ഐഡിയ ആണ് വാട്ടർ മെട്രോ. ചേട്ടനല്ലാതെ ഈ കൂട്ടത്തിലുള്ള ആരും കേറിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്ന് പരീക്ഷിച്ചേക്കാന്നായിരുന്നു അടുത്ത പ്ലാൻ. ഏകദേശം 2 വർഷം മുന്നെയാണ് ഒരു വലിയ കാർ എടുക്കണം എന്നുള്ള ആഗ്രഹം ചേട്ടന്റെ മനസ്സിൽ കയറി കൂടുന്നത്. ചേട്ടൻ വീഡിയോസിലൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെക്കാട്ടിലൊക്കെ ഒരുപാട് ആഗ്രഹം അമ്മയ്ക്കായിരുന്നു. വലിയ കാർ ഞാൻ ഉദ്ദേശിക്കുന്നത് SUVക്കാണ് കേട്ടോ. മെട്രോയിൽ ഒരുപാട് തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. എടപ്പള്ളിയിൽ നിന്ന് കയറി കാക്കനാട് വരെയും കാക്കനാട്ടിൽ നിന്ന് തിരിച്ച് എടപ്പള്ളി വരെ കായലും കാടും കണ്ടിരുന്നപ്പോഴേക്കും ഏകദേശം സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ വയറിന്റെ വീക്ക്നെസ് ആണ് കേട്ടോ. വീട്ടില് തലാണക്കില്ലാത്ത സോഫ്റ്റ്നെസ് ആണ് കേട്ടോ ഈ വയറിന്. അതുകൊണ്ട് അതിന്റെ പുറത്ത് കിടന്ന് കുറച്ചു നേരം ഉണ്ണിവാവ പാടുന്നതായിരുന്നു എന്റെ പണി. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ദേ 2 പേര് അവിടെ ഇരുന്ന് പഠിക്കും. ഒന്നും കൂടെ നോക്കിയപ്പോഴാണ് കാണുന്നത് മെട്രോ പോകുന്നതുകൊണ്ട് വെള്ളത്തിലുണ്ടാവുന്ന ഓളാറ് മൊത്തത്തിൽ നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിരിച്ചെത്തി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. റൈസ് ഇല്ലെങ്കിലും ചിക്കൻ ഇല്ലെങ്കിലും മന്തി വാങ്ങിക്കുമ്പോൾ മയോണൈസ് മാത്രം കിട്ടിയാൽ മതി എന്നുള്ള കൂട്ടത്തിലാണ് കേട്ടോ നാരായണൻ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലുലുവിലേക്കാണ് പോയത്. ലുലുവിലും ചെന്ന് കുറച്ച് സമയം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം സമയമായിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നേരെ ടാറ്റയുടെ ഷോറൂമിലേക്ക്. ബാക്കി കഥ പിന്നെ.